നിഹാൽ സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. 2026 IPL സീസണിലെ പ്ലേ ഓഫിലെത്തുന്ന 4 സാധ്യത ടീമുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഒന്നാം സാധ്യത കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം റണ്ണറപ്പായ പഞ്ചാബ് കിങ്സിനാണ്. കാരണം ആ ടീമിന് ഇന്നലത്തെ തോൽവി നിങ്ങൾ കാണണ്ട, എന്തായാലും വിജയിച്ച് വരും, എന്തായാലും പ്ലേ ഓഫിൽ വരും. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് ടീം. കാരണം അവർക്ക് ശ്രേയാസ് അയ്യറാണ് ക്യാപ്റ്റൻ. അയ്യറുടെ ഇൻ്റലിജൻ്റായ ആ ക്യാപ്റ്റൻസിയിലാണ് ഇത്രത്തോളം പഞ്ചാബ് ഉയർന്നെഴുന്നേറ്റത്. 8 ബാറ്റ്സ്മാൻമാരുള്ള ഒരു ടീമാണ്. ഒരു താരത്തെ മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ടീമല്ല പഞ്ചാബ് കിങ്സ്. ഇപ്പോൾ പ്രിയാൻഷും പ്രഭ്സിമ്രാനും ഓപ്പണിംഗ് കൂട്ടുകളിൽ ചിലപ്പോൾ ഔട്ടാകും. അപ്പോൾ കൂപ്പർ കോൺലി വരും. കൂപ്പർ കോൺലിയും പോയാൽ സാക്ഷാൽ ശ്രേയാസ് അയ്യർ എത്തും. അയ്യറും പോയാലോ, ഇന്നലെ 22 പന്തിൽ 62 റൺസ് അടിച്ച മാർക്കസ് സ്റ്റോയിനിസ്, ഇന്നലെ നമ്മൾ വിചാരിച്ചു പോലുമില്ല ഇദ്ദേഹം ഇത്ര റൺസ് നേടുമെന്ന്. അപ്പോൾ ആരുടെ മേൽ വേണമെങ്കിലും പഞ്ചാബിൻ്റെ താരങ്ങൾക്ക് പ്രതീക്ഷ വെക്കാം. കാരണം അത്ര സ്ട്രോങ് ടീമാണ്. ഇപ്പോൾ ബൗളിങ്ങിൽ യുസ്വേന്ദ്ര ചഹലും ഹർഷ്ദീപും വൈശാഖ് വിജയകുമാറും സേവിയർ ബാട്ട്ലറ്റും മാർക്കോ യാൻസനും അങ്ങനെ കുറേ ശക്തരായ ബൗളിംഗ് നിരയും ആ ടീമിനുണ്ട്. രണ്ടാം സാധ്യത ഞാൻ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ഫൈനൽ ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനാണ്. കാരണം ആ ടീമിനും പിൽ സാൾട്ടും കിങ് കോഹ്ലിയും ചേർന്ന് ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടരുമ്പോൾ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ പിൽ സാൾട്ട് ഔട്ടായാൽ സാക്ഷാൽ രജത് പട്ടിദാർ വരും. പട്ടിദാറും ഔട്ടായാൽ അവരുടെ തനിനാടൻ മലയാളി താരം ദേവ്ദത്ത് പടിക്കൽ വരും. അങ്ങനെ മികച്ചൊരു ടീമാണ് RCBക്കുമുള്ളത്. RCBയുടെ ബൗളിങ്ങിലാകട്ടെ ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡഫി, പിന്നെ സ്പിന്നിലായിക്കോട്ടെ കുനാൽ പാണ്ഡ്യ, റൊമാരിയോ ഷെപ്പേഡ്, അങ്ങനെ കുറച്ച് ബൗളിംഗ് നിരയും ആ ടീമിനുണ്ട്. പിന്നെ മൂന്നാമത്തെ സാധ്യത കൽപ്പിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ്. ഒരു വെടിക്കെട്ട് ടീമാണ്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്ന് അവിടെ ഗ്രീസിൽ നിലകൊണ്ടാൽ പിന്നെ പവർ പ്ലേയിൽക്കുള്ളിൽ വരുന്നത് 100-ന് മുകളിലുള്ള റൺസ് ആയിരിക്കും. ഏതൊരു ബൗളറും പേടിപ്പിക്കുന്ന 2 യുവതാരങ്ങളാണ് അവർ. ഏത് ലോകതര ബൗളർമാർ വന്നാലും പേടിയില്ലാതെ അടിയുറച്ച് കളിക്കാൻ ധൈര്യമുള്ള 2 താരങ്ങളാണ് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും. അത് കാരണം അവർക്ക് ഉറപ്പായും പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഉറപ്പാണ്. പിന്നെ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഔട്ടായാൽ, ഒരുപക്ഷെ ഇപ്പോൾ ട്രാവിസ് ഹെഡ് പോയാൽ അത് കഴിഞ്ഞാൽ വരുന്നത് അതിനേക്കാൾ ഭീകരിയായ ഒരുത്തനാണ് ഇഷാൻ കിഷാൻ തൂക്കി പറത്തുന്നത് സിക്സുകൾ, ബൗണ്ടറിയുടെ മുകളിൽ കാണികൾക്ക് ഒരു സർപ്രൈസ് ബോളാണ് അദ്ദേഹം കൊടുക്കുന്നത്. എന്തൊരു ടീമാണ് അവര്. അതിൽ അഭിഷേക് ശർമ്മ പിന്നെ താളം കണ്ടെത്താൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഹെൻറിച്ച് ക്ലാസൻ കഴിഞ്ഞാൽ പാറ്റ് കമിൻസ് കഴിഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡി. അങ്ങനെ മികച്ച ഒരു ബാറ്റിംഗ് ഓർഡർ തന്നെ അവരുടെ ടീമിലുണ്ട്. ഉറപ്പായും അവർക്ക് പ്ലേ ഓഫ് പ്രതീക്ഷ ഉറപ്പായും പ്രതീക്ഷിക്കാം. അത്രയ്ക്ക് മികച്ച സ്ട്രോങ് ടീമാണ്. പിന്നെ നാലാം സാധ്യത കൊടുക്കുന്നത് രാജസ്ഥാൻ റോയൽസിനല്ല. കാരണം അവർ 2 താരങ്ങളെ മാത്രം പ്രതീക്ഷിച്ച് കളിക്കുന്ന ഒരു ടീമാണ്. അത് കാരണം എവിടെയും അവരെത്തൂല, മുന്നേറില്ല. 2 താരങ്ങളെ മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നാൽ അത് ഈ ജന്മത്തിൽ നടക്കില്ല. എന്തായാലും ഓപ്പണിങ്ങിൽ വൈഭവും യശസ്വി ജയ്സ്വാളും അത്യാവശ്യം ടീമിന് വേണ്ടി റണ്ണ് കൊണ്ടുവരും. പക്ഷെ അവർ 2 പേരും ഔട്ടായാൽ പിന്നെ ധ്രുവ് ജുരലും അത്യാവശ്യം റണ്ണ് കൊണ്ടുവരും. പക്ഷേ വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ പരാഗ് ഈ സീസണിൽ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 8 മത്സരങ്ങളിൽ അദ്ദേഹം ഒരു 30-ന് മുകളിൽ റൺസ് നേടിയിട്ടില്ല. പിന്നെ ജഡേജ, ഇന്നലെ ഡൊണവാൻ ഫെറേര ഇന്നലെ നല്ല റൺസ് നേടി. പക്ഷേ എല്ലാപ്പോഴും വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ ബൗളിങ്ങിൽ രവി ബിഷ്ണോയ് ഉള്ളപ്പോൾ അവർക്ക് ചെറിയ പ്രതീക്ഷയുണ്ടെങ്കിലും പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് അവർ പ്രകടനം കാഴ്ചവെക്കുന്നില്ല. അപ്പോൾ അതിൽ 4ാം സാധ്യത ആരാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുക. പിന്നെയുള്ളത് ചെന്നൈയും ഗുജറാത്തിനുമാണ് പിന്നെയുള്ള സാധ്യതകൾ. പിന്നെ ഡൽഹിയും കൊൽക്കത്തയും ഒന്നും എടുത്തു നോക്കേണ്ട ആവശ്യമില്ല. മുംബൈനെ പിന്നെ ലിസ്റ്റിൽ തന്നെ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചെന്നൈയും ഗുജറാത്തുമാണുള്ളത്. അതിൽ ഞാൻ കൊടുക്കുന്നത് ഗുജറാത്തിനാണ്. കാരണം ചെന്നൈയേക്കാൾ മികച്ചൊരു ടീമാണ് ഗുജറാത്ത്. അവരുടെ ഓപ്പണിംഗ് സായി സുദർശനും ശുഭ്മാൻ ഗില്ലുമാണ്. ഗില്ലിന്റെ അടിച്ചു പറത്തലുകൾ ആരാധകർക്ക് ഇത്തിരി പേടിയുണ്ടാകും. ഏത് എതിർ ടീമിൻ്റെ ആരാധകർക്കും പേടിയുള്ള ഒരു രാത്രിയായിരിക്കും അത്. അപ്പോൾ ഉറപ്പാണ്. പിന്നെ സ്പിന്നിൽ അവർക്ക് റാഷിദ് ഖാൻ ഉണ്ട്.
ആ ഒരു ലെഗ് സ്പിന്നർ റാഷിദ് ഖാൻ അവർക്കുണ്ട്. പിന്നെ ജോഷ് ബട്ട്ലർ ഉണ്ട്, വൺ ഡൗൺ ഇറങ്ങാൻ ജോഷ് ബട്ട്ലർ ഉണ്ട്. ബൗളിങ്ങിലും നോക്കിയ ഇച്ചാതി നിരയാണ്. മുഹമ്മദ് സിറാജും പ്രസീദ് കൃഷ്ണയും കഗീസോ റബാഡയും എല്ലാം ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു മികച്ചൊരു ടീമാണ് അവർക്കുള്ളത്. അപ്പോൾ ഉറപ്പായും 4ാം സാധ്യത അവർക്ക് തന്നെയാണ്. പിന്നെ ചെന്നൈയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെന്നൈ ഒട്ടും പിറകിലാണ്. എന്തായാലും ശരി, ആയുഷ് മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ടു. MS ധോണിയും ഇല്ല, പിന്നെ ഖലീൽ അഹമ്മദും ഇല്ല, പിന്നെ നാഥൻ എല്ലീസും ഈ റോൾഡ് ഔട്ട് ആയപ്പോൾ പിന്നെ ചെന്നൈ ആകെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. പിന്നെ താളം കണ്ടെത്താൻ കഷ്ടപ്പെടുന്ന ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദിന് ഇനി ഫോമിൽ തിരിച്ചെത്താൻ കുറച്ച് പാടാണ്. ഡെവാൾഡ് ബ്രവീസ് താളം കണ്ടെത്താൻ കഷ്ടപ്പെടുകയാണ്. പിന്നെ സഞ്ജു സാംസന്റെ മികവിൽ മാത്രം വിജയിച്ചു വരാം എന്നുള്ളത് വേറെന്ത് പറയാൻ. ചെന്നൈയുടെ ബൗളിംഗ് നിര എടുത്തു നോക്കിയാൽ പിന്നെ നൂർ അഹമ്മദ് മാത്രമാണ് ഇനിയുള്ളത്. രവീന്ദ്ര ജഡേജ അവർക്ക് നഷ്ടമായപ്പോൾ പിന്നെ കൂടുതൽ സമ്മർദ്ദമാണ് നൂറിൽ അവർ ചെലുത്തുന്നത്. പിന്നെ നൂർ അഹമ്മദിന് കഴിയാവുന്നതെല്ലാം ചെയ്തു, പക്ഷേ വിജയം കണ്ടെത്താൻ ചെന്നൈക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ചെന്നൈക്ക് പ്രതീക്ഷ കുറച്ച് കമ്മിയാണ്. സഞ്ജു സാംസൺ ഉള്ളപ്പോൾ കുറച്ച് 25% ചെന്നൈക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പകുതിക്ക് പകുതി ഉറപ്പായും പറ്റില്ല. പിന്നെ ആയുഷ് മാത്രയ്ക്ക് പകരം ഉർവിൽ പട്ടേലാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ നമ്മൾ ഉർവിൽ പട്ടേലിന്റെ പ്രകടനം കണ്ടു, 3 ബോളിൽ 4 റൺസ്. എന്തു പറയാം, ചെന്നൈയുടെ അവസ്ഥ ഇങ്ങനെ, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, നിർഭാഗ്യം. അപ്പോൾ ഈ 4 സാധ്യതകൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിലൂടെ പറയൂ. വീണ്ടും ഒരു വീഡിയോയായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.